Dear friends, welcome to Electron College. നമ്മുടെ ഈ സെഷനിലെ ഡിസ്കഷൻ ടോപ്പിക് ലോജിക് കൺവേർഷൻസ് ആണ്. അപ്പോൾ ലോജിക് ഗേറ്റ്സിനെ കുറിച്ചായിരുന്നു നമ്മുടെ പ്രീവിയസ് 2-3 സെഷൻസിലെ ഡിസ്കഷൻ. ലോജിക് ഗേറ്റ്സിനെ കുറിച്ചും ട്രൂത്ത് ടേബിൾ, ലോജിക് സിമ്പിൾ, അൾജിബ്രൈക് ഇക്വേഷൻസ്, പിന്നെ യൂണിവേഴ്സൽ ഗേറ്റ്സ്, പിന്നെ മിൻ ടേംസ്, മാക്സ് ടേംസ്, ലോജിക് എക്സ്പ്രഷൻ സിംപ്ലിഫിക്കേഷൻ, അതുപോലെ തന്നെ POS, SOP റിപ്രസെൻറ്റേഷൻ, അങ്ങനെ എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു ലോജിക് സിസ്റ്റത്തിൽ നിന്ന് വേറൊരു സിസ്റ്റത്തിലോട്ട് ഉള്ളൊരു കൺവേർഷൻ എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ആൻഡോ ഓറോ നോട്ടോ യൂസ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു സിസ്റ്റം നമുക്ക് വേണമെങ്കിൽ നാൻഡ് യൂസ് ചെയ്തിട്ടോ നോർ യൂസ് ചെയ്തിട്ടോ റിപ്രസെൻറ്റ് ചെയ്യാം. സോ ആ ഒരു കൺവേർഷൻ ടെക്നിക്സാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇതായിരിക്കും ലോജിക് ഗേറ്റ്സിൻ്റെ ഫൈനൽ ഡിസ്കഷൻ സെഷൻ. അപ്പോൾ ബിഫോർ എൻട്രിങ് ഇൻ ടു ദിസ് ലോജിക് കൺവേർഷൻ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് റീകോൾ ചെയ്യാം. അതായത് നാൻഡ് ഗേറ്റ് ഇറ്റ് ഈസ് ഈക്വലൻ്റ് ടു ബബിൾഡ് ഓർ ഗേറ്റ്. നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ബിക്കോസ് നമുക്കറിയാം എക്സ് ഈക്വൽ ടു എ ബി കോംപ്ലിമെൻറ്റ്, ഇതാണല്ലോ നാൻഡിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ റിപ്രസെൻറ്റ് ചെയ്യാം, എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് ബൈ ഡി മോർഗൻസ് ലോ. അപ്പോൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് ദ ഇംപ്ലിമെൻറ്റേഷൻ അല്ലേ. എ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു, ബി കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു, എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും ഓർ ചെയ്യുന്നു. അപ്പോൾ നാൻഡ് ഗേറ്റ് ഈസ് ഈക്വലൻ്റ് ടു എ ബബിൾഡ് ഓർ ഗേറ്റ്. അതുപോലെ തന്നെ നോർ ഗേറ്റ് എടുക്കുമ്പോൾ നോർ ഗേറ്റും ഒരു യൂണിവേഴ്സൽ ഗേറ്റ് ആണ് അല്ലേ. അപ്പം നോർ ഗേറ്റ് ഈസ് ഈക്വലൻ്റ് ടു എ ബബിൾഡ് ആൻഡ് ഗേറ്റ്. ബിക്കോസ് നോറിൻ്റെ ഇക്വേഷൻ ശ്രദ്ധിക്കുക, എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ്. സോ ദാറ്റ് ഈസ് എ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി കോംപ്ലിമെൻറ്റ് അല്ലേ, ബൈ ഡി മോർഗൻസ് ലോ. അപ്പോൾ അത് നമുക്ക് ഈ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. നോർ ഓപ്പറേഷൻ ഈ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം യൂസിങ് ആൻഡ് ഗേറ്റ്. അപ്പോൾ ഇവിടെ എ കോംപ്ലിമെൻറ്റ്, ഇവിടെ ബി കോംപ്ലിമെൻറ്റ്, ആൻഡ് ഗേറ്റ് യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഒരു ബബിൾഡ് ആൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ട് നോർ ഗേറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ കാര്യങ്ങൾ ഓർത്തു വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണ് നാൻഡ് ഗേറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഇൻവെർട്ടർ അല്ലെങ്കിൽ നോട്ട് ഗേറ്റ്. സോ ഇവിടെ നാൻഡ് ഗേറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഇൻവെർട്ടർ. ഇത് നാൻഡ് ഗേറ്റ് ആണല്ലോ. അപ്പോൾ ഇൻവെർട്ടറായിട്ട് യൂസ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് ഇൻപുട്ട്സ് ടൈ ചെയ്തിട്ട് ഒരു കോമൺ ടെർമിനൽ ആയിട്ട് യൂസ് ചെയ്യുന്നു. ഈ കോമൺ ടെർമിനലിലോട്ട് നമ്മുടെ ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുന്നു, ഔട്ട്പുട്ട് അത് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് മറ്റൊരു ഓപ്ഷനാണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് അല്ലേ. ഒരു ഇൻപുട്ട് നമ്മുടെ ഇൻപുട്ട് കൊടുത്തിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഇൻപുട്ട് ഒരു ടെർമിനലിൽ പാസ് ചെയ്തിട്ട് മറ്റേ ടെർമിനലിൽ യു ആർ കീപ്പിംഗ് ഇറ്റ് ആസ് 1. ഇവിടെ 1 ആയിട്ട് ഫിക്സ് ചെയ്ത് വെക്കുന്നു. ആൻഡ് ദാറ്റ് വിൽ ബി ഇൻപുട്ട് വിൽ ബി കോംപ്ലിമെൻറ്റഡ്. സോ ഈ ഒരു ടെക്നിക്കായിരിക്കും വളരെ സിമ്പിളെന്ന് തോന്നുന്നു. ആൻഡ് അതുപോലെ തന്നെ നോർ ഗേറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ആസ് ആൻ ഇൻവെർട്ടർ. നോർ ഗേറ്റ് നമുക്കൊരു നോട്ട് ഗേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ആ സെയിം ടെക്നിക്ക് തന്നെ നമ്മൾ എല്ലാ ഇൻപുട്ട്സും ടൈ ചെയ്തിട്ട് കോമൺ ടെർമിനൽ, ആ ടെർമിനലിലോട്ട് നമ്മുടെ ഇൻപുട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. നോർ ഗേറ്റ് ആ ഇൻപുട്ടിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിരിക്കും. വേണമെങ്കിൽ ഈ രീതിയിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇൻവെർട്ടറായിട്ട് ഒരു ടെർമിനലിൽ നമ്മുടെ ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുന്നു, മറ്റേ ടെർമിനൽ 0 ആയിട്ട് ഫിക്സ് ചെയ്ത് വെക്കുന്നു. ആൻഡ് ഔട്ട്പുട്ട് വിൽ ബി കോംപ്ലിമെൻറ്റഡ്. അപ്പോൾ ഈ കൺവേർഷൻ ടെക്നിക്സിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നാൻഡ് ഗേറ്റ് ബബിൾഡ് ഈക്വലൻ്റ് ടു ബബിൾഡ് ഓർ ഗേറ്റ്, നോർ ഗേറ്റ് ഈക്വലൻ്റ് ടു ബബിൾഡ് ആൻഡ് ഗേറ്റ്. നാൻഡ് ഗേറ്റ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ആസ് ആൻ ഇൻവെർട്ടർ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഇൻവെർട്ടർ ഓൾസോ. നോർ ഗേറ്റും അതുപോലെയാണ്, നമുക്കൊരു ഇൻവെർട്ടറായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ലോജിക് കൺവേർഷൻ ഈ ടെക്നിക്സിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ആൻഡ് ഓർ ഇൻവെർട്ട് ലോജിക് ക്യാൻ ബി കൺവേർട്ടഡ് ടു നാൻഡ് നോർ ലോജിക്. ആൻഡ് ഓർ നോട്ട് ഗേറ്റ്സ് യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്ത സിസ്റ്റം, ആ സെയിം സിസ്റ്റം അല്ലെങ്കിൽ സെയിം അൾജിബ്രൈക് ഇക്വേഷൻ നമുക്ക് നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ടോ നോർ ഗേറ്റ് യൂസ് ചെയ്തിട്ടോ റിപ്രസെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കേസ് ആൻഡ് ഓർ ഇൻവെർട്ട് ലോജിക് ടു നാൻഡ് ലോജിക്. നാൻഡ് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെപ്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ഗിവൺ സിസ്റ്റം ആൻഡ് ഓർ ഇൻവെർട്ട് ലോജിക്കിലായിരിക്കും. അപ്പോൾ ഈ ലോജിക്കാണ് നമ്മൾ നാൻഡ് ലോജിക്കിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പ്രൊസീജിയറാണിത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് add a circle at the output of each AND gate and at the inputs to all the OR gate.
ആഡ് എ സർക്കിൾ അറ്റ് ദി ഔട്ട്പുട്ട് ഓഫ് ഈച്ച് ആൻഡ് ഗേറ്റ്. അപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മളൊരു സർക്കിൾ ആഡ് ചെയ്യുന്നു. സിമിലർലി അറ്റ് ദ ഇൻപുട്സ് ടു ഓൾ ദി ഓർ ഗേറ്റ്സ്, ഇൻപുട്സ് ടു ഓൾ ദി ഓർ ഗേറ്റ്സ്, ഇൻപുട്സിൽ നമ്മൾ ഓരോ ബബിൾസ് ആഡ് ചെയ്യുന്നു, സർക്കിൾ. നമ്മൾ എന്തിനായി ചെയ്യുന്നത്? ബിക്കോസ് ആൻഡ് ഗേറ്റിൻ്റെ ഔട്ടിൽ നമ്മളൊരു സർക്കിൾ ആഡ് ചെയ്യുമ്പോൾ, ഒരു ബബിൾ ആഡ് ചെയ്യുമ്പോൾ നൗ ദിസ് വിൽ ബിക്കം നാൻഡ്. ഇത് നാൻഡായിട്ട് കൺവേർട്ടായി അല്ലേ? അതുപോലെയാണ് ഓറിൻ്റെ ഫ്രണ്ടിൽ, ഇൻപുട്സിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ രണ്ട് ബബിൾസ് ആഡ് ചെയ്യുമ്പോൾ നൗ ദിസ് ഈസ് ബബിൾഡ് ഓർ ആൻഡ് ദാറ്റ് ഈസ് ഈക്വലൻറ്റ് ടു നാൻഡ്. ശരിയല്ലേ? അതാണല്ലോ നമ്മൾ ആദ്യം പഠിച്ചത്. സോ ഈ ടെക്നിക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ബട്ട് ഈ സർക്കിൾസ് ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബബിൾസ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ലോജിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ലോജിക് ഔട്ട്പുട്ട് ചേഞ്ച് ആകാൻ പാടില്ല. ഔട്ട്പുട്ട് ഷുഡ് റിമെയിൻ ദ സെയിം. ആ ഒറിജിനൽ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ജനറേറ്റ് ചെയ്യേണ്ടത്. ഇംപ്ലിമെൻറ്റേഷൻ മാത്രമേ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഓർ നോട്ട് ഗേറ്റ്സ് യൂസ് ചെയ്ത് നമ്മൾ ഡിസൈൻ ചെയ്ത സിസ്റ്റം നാൻഡ് ഗേറ്റ്സ് മാത്രം യൂസ് ചെയ്ത് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നു. ബട്ട് ഔട്ട്പുട്ട് ഹാസ് ടു ബി ദ സെയിം. ഔട്ട്പുട്ട് ചേഞ്ച് ആകാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ചേഞ്ച് ഇവിടെ ചെയ്യുമ്പോൾ, ഈ ഒരു ബബിൾ ആഡ് ചെയ്യുമ്പോൾ ദിസ് വിൽ ഇൻവെർട്ട്. ഇതൊരു ഇൻവെർഷൻ ഓപ്പറേഷനാണല്ലോ സംഭവിക്കുന്നത്, ഒരു കോംപ്ലിമെൻറ്റ് ഓപ്പറേഷനാണ് സംഭവിക്കുന്നത്. അപ്പോൾ വാല്യൂസ് ചേഞ്ച് ആകാതിരിക്കാൻ അല്ലെങ്കിൽ ആ ലെവലിൻ്റെ പൊലാരിറ്റി ചേഞ്ച് ആകാതിരിക്കാൻ നമ്മളിവിടെ ഒരു ഇൻവെർട്ടർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ഇതാണ് ആൻഡ് ഗേറ്റ്, നമ്മൾ രണ്ട് ഇൻപുട്ട് കൊടുക്കുന്നു, 1 ഇതിൻ്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കുമല്ലോ. ഇവിടെ നമ്മളൊരു ബബിൾ ആഡ് ചെയ്യുമ്പോൾ, ഒരു എക്സ്ട്രാ ബബിൾ നമ്മളിവിടെ ആഡ് ചെയ്യുമ്പോൾ, നാൻഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു ബബിൾ ആഡ് ചെയ്യുമ്പോൾ ഈ ഔട്ട്പുട്ട് അങ്ങ് മാറുവാണ് അല്ലേ? ഔട്ട്പുട്ട് അങ്ങ് 0 ആയി പോവാണ്. ബബിളൂടെ ആഡ് ചെയ്യുമ്പോൾ 1 വിൽ ബിക്കം 0. അപ്പോൾ നൗ ദി ഔട്ട്പുട്ട് ഈസ് 0. അപ്പോൾ അത് ചേഞ്ച് ആയി പോയി. അപ്പോൾ ഇത് പാടില്ലല്ലോ, നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് ചേഞ്ച് ആകാൻ പാടില്ല. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു ഇൻവെർട്ടർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സർക്കിൾസ് ആഡ് ചെയ്യുമ്പോൾ ഒരു ഇൻവെർട്ടർ, ഒരു നോട്ട് കൂടെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം. സോ ദാറ്റ് ദ ഇൻപുട്ട് റിമെയിൻസ് അൺചേഞ്ച്ഡ്. അപ്പോൾ ഇവിടെ ഇൻവെർട്ടർ ആഡ് ചെയ്യുമ്പോൾ ഈ 0 വീണ്ടും 1 ആവും. സോ ദീസ് ടു ആർ സെയിം. നമ്മൾ ആഡ് ചെയ്ത ഈ 0 കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോട്ട് ഗേറ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഒരു നോട്ട് ഗേറ്റ് ആഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതുപോലെയാണ് ഇവിടെയും ബബിൾഡ് ഓർ ചെയ്യുമ്പോഴും സർക്കിൾസ് ആഡ് ചെയ്യുമ്പോൾ യു ഹാവ് ടു യൂസ് ആൻ അഡീഷണൽ നോട്ട് ഗേറ്റ്. സോ ആഡ് ഓർ സബ്ട്രാക്ട് ആൻ ഇൻവെർട്ടർ ഓൺ ഈച്ച് ലൈൻ ദാറ്റ് റിസീവ്ഡ് എ സർക്കിൾ സോ ദാറ്റ് ദ പൊലാരിറ്റി ഓഫ് ദ സിഗ്നൽസ് ഓൺ ദോസ് ലൈൻ റിമെയിൻസ് അൺചേഞ്ച്ഡ്. അപ്പോൾ വാല്യൂസ് നമ്മൾ ഗേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും അവിടുത്തെ ഓപ്പറേറ്റിംഗ് വാല്യൂസ് ഒന്നും മാറുന്നില്ല. ഇറ്റ് വിൽ റിമെയിൻ ദ സെയിം. ആ വാല്യൂസ് മാറാൻ പാടില്ല. ആൻഡ് ഫൈനലി റീപ്ലേസ് ബബിൾ ഡോർ ബൈ നാൻഡ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കൺവേർട്ട് ദ ഗിവൺ AOI ലോജിക് സർക്യൂട്ട് ടു നാൻഡ് ലോജിക്. സോ ദിസ് ഈസ് യുവർ ഗിവൺ സർക്യൂട്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഗേറ്റ് പിന്നെ ഒരു ഓർ ഗേറ്റ്. ഇതൊരു ഓർ ഗേറ്റ് ആണ്, ഇതൊരു ഇൻവെർട്ടറാണ് അല്ലേ? സോ ദിസ് സർക്യൂട്ട് ഹാസ് ടു ബി ട്രാൻസ്ഫേർഡ് ടു നാൻഡ് ലോജിക്. അപ്പോൾ നമ്മുടെ സ്റ്റെപ്സ് അനുസരിച്ച് നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ നമ്മൾ അറിഞ്ഞായിരുന്നല്ലോ, ആഡ് എ സർക്കിൾ അറ്റ് ദി ഔട്ട്പുട്ട് ഓഫ് ഈച്ച് ആൻഡ് ഗേറ്റ് അല്ലേ? ഓരോ ആൻഡ് ഗേറ്റിൻ്റെയും ഔട്ട്പുട്ടിൽ നമ്മൾ ആ സർക്കിൾ ആഡ് ചെയ്യുന്നു. ഇവിടെ ഒരു സർക്കിൾ ആഡ് ചെയ്യുന്നു, ഇതൊരു ആൻഡ് ഗേറ്റ് ആണല്ലോ, അപ്പോൾ ഇവിടെ ഒരു സർക്കിൾ ആഡ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ, 2 ആൻഡ് ഗേറ്റേ ഉള്ളൂ. ആൻഡ് അറ്റ് ദ ഇൻപുട്സ് ടു ഓൾ ദി ഓർ ഗേറ്റിൻ്റെ ഇൻപുട്സിലോട്ട് നമ്മൾ സർക്കിൾ ആഡ് ചെയ്യുന്നു, ഐ മീൻ ബബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ഒരു ഓർ ഗേറ്റ് ഉണ്ട്, ഇനി ഒരു നോട്ട് ഗേറ്റ് റിമൈനിങ് ആണ്. നമുക്ക് നോക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. നൗ സെക്കൻഡ് സ്റ്റെപ്പ്. സോ ഈ ബബിൾസ് ആഡ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ബബിൾസ് ആഡ് ചെയ്യുമ്പോൾ ആ ലെവൽസിൻ്റെ പൊലാരിറ്റി ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ എക്സ്ട്രാ നോട്ട് ഗേറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഏതൊക്കെ ലൈൻസിലാണോ ബബിൾസ് ആഡ് ചെയ്യുന്നത് അവിടെയൊക്കെ എക്സ്ട്രാ ഇൻവെർട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ 2 ബബിൾസ് ആഡ് ചെയ്തല്ലോ, ഇൻപുട്ട് ടു ദ ഓർ ഗേറ്റ് അല്ലേ? 2 ബബിൾസ് ആഡ് ചെയ്തു, ഫസ്റ്റ് ബബിൾ, സെക്കൻഡ് ബബിൾ. അപ്പോൾ ഇത് കോമ്പൻസേറ്റ് ചെയ്യാനാണ് നമ്മൾ ഇവിടെ ഒരു ഇൻവെർട്ടർ, ആ സെയിം ലൈനിൽ തന്നെ ഓരോ ഇൻവെർട്ടേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഓരോ നോട്ട് ഗേറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ ഈ ഗേറ്റ് ശ്രദ്ധിക്കുക, ആൻഡ് ഗേറ്റ്. സോ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മളൊരു സർക്കിൾ ആഡ് ചെയ്തായിരുന്നു അല്ലേ, ദിസ് പോയിൻറ്റ്. സോ അവിടെയും നമ്മളൊരു എക്സ്ട്രാ ഇൻവെർട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ആൻഡ് ഈ ആൻഡ് ഗേറ്റ് ആൻഡ് മോറോവർ ഇവിടെ 2 എക്സ്ട്രാ ബബിൾസ് നമ്മൾ ആഡ് ചെയ്തായിരുന്നു. ഇവിടെ ഒരു ബബിൾ. സോ ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ, ഈ ഒരു സർക്കിൾ കോമ്പൻസേറ്റ് ചെയ്യാൻ എക്സ്ട്രാ നോട്ട് ഗേറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു. ആൻഡ് ഇവിടെ
ഇവിടെ ശ്രദ്ധിക്കുക, ഈ പോയിന്റ് ഇവിടെ ഒരു എക്സ്ട്രാ സർക്കിൾ ആഡ് ചെയ്യുന്നുണ്ട്, ഇവിടെയും ഒരു എക്സ്ട്രാ സർക്കിൾ ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾറെഡി ദർ ഈസ് എ ഇൻവെർട്ടർ, തൽക്കാലം നമ്മളെ ബോദർ ചെയ്യുന്ന കാര്യമല്ല. അപ്പോൾ ഒരേ ലൈനിൽ തന്നെ 2 സർക്കിൾസ് ആഡ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ഇൻവെർട്ടേഴ്സിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ ലൈൻസൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ പർട്ടിക്കുലർ ലൈൻസ് സിംഗിൾ ബബിൾ, ഓരോ ലൈനിലും നമ്മൾ സിംഗിൾ ബബിൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിംഗിൾ ബബിൾസ് ആഡ് ചെയ്യുമ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ എക്സ്ട്രാ ഇൻവെർട്ടേഴ്സ് ആഡ് ചെയ്യണം. ബട്ട് സെയിം ലൈനിൽ തന്നെ 2 സർക്കിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എക്സ്ട്രാ ഇൻവെർട്ടറിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ഓൾറെഡി അത് കോമ്പൻസേറ്റഡ് ആണ്, ആ ചേഞ്ച് ഓൾറെഡി കോമ്പൻസേറ്റഡ് ആണ്. അപ്പോൾ എക്സ്ട്രാ ഇൻവെർട്ടറിൻ്റെ ആവശ്യമില്ല. സോ ഈ ലൈനിൽ നമ്മൾ എക്സ്ട്രാ ഇൻവെർട്ടർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ഇൻവെർട്ടർ ഓൾറെഡി അവൈലബിൾ ആയ ഇൻവെർട്ടറാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് വളരെ സിമ്പിളാണ്. ബബിൾഡ് ഓർ ഗേറ്റ്സിനെ നാൻ ഗേറ്റ് ആയിട്ട് കൺവെർട്ട് ചെയ്യുക. പിന്നെ നോട്ട് ഗേറ്റ് ഉണ്ടെങ്കിൽ അതും നാൻ ഗേറ്റ് ആയിട്ട് കൺവെർട്ട് ചെയ്യാം. ഇപ്പോൾ സോ ദിസ് ഈസ് അവർ ഫൈനൽ ഫിഗർ. സോ ഈ ഗേറ്റ് ശ്രദ്ധിക്കുക, ഇത് ഓൾറെഡി നാൻഡ് ആണ്. ഇപ്പോൾ നമ്മൾ ആൻഡിൻ്റെ ഔട്ട്പുട്ടിൽ ബബിൾ ആഡ് ചെയ്ത് കഴിഞ്ഞു, ഇത് ഓൾറെഡി നാൻഡ് ആണ്, ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. ആൻഡ് ഈ ഗേറ്റ് ശ്രദ്ധിക്കുക, ബബിൾഡ് ഓർ അല്ലേ, ബബിൾഡ് ഓർ ഈസ് ഈക്വലൻറ്റ് ടു എ നാൻ ഗേറ്റ്. സോ അതാണ് ഈ റിപ്രസെൻറ്റേഷൻ എ അല്ലേ, ബബിൾഡ് ഓർ ഈസ് ഈക്വലൻറ്റ് ടു നാൻ റിപ്രസെൻറ്റേഷൻ. സോ ഇവിടെ സി ഡി, ഈ ഇൻവെർട്ടർ സി കോംപ്ലിമെൻ്റ് എന്നും ഡി കോംപ്ലിമെൻ്റ് എന്നും നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ ഇൻവെർട്ടറിൻ്റെ ആവശ്യമില്ല. അതാണ് ഇവിടെ ഇൻവെർട്ടർ യൂസ് ചെയ്തിട്ടില്ല. ബട്ട് ഇറ്റ് ഈസ് ഗിവൺ ഡയറക്ട്ലി ആസ് സി കോംപ്ലിമെൻ്റ് അല്ലെങ്കിൽ ഡി കോംപ്ലിമെൻ്റ്. ആൻഡ് ഈ നോട്ട് നാൻഡ് ആയിട്ട് റീപ്ലേസ് ചെയ്യുക. നമുക്കറിയാം എങ്ങനെയാണ് നോട്ട് നാൻഡ് ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നതെന്ന്. ഇൻപുട്സ് നമ്മൾ ടൈ ചെയ്യുന്നു, ഇൻപുട്സ് ടൈ ചെയ്തിട്ട് കോമൺ ടെർമിനൽ നാൻഡിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാൻഡ് വിൽ ബിഹേവ് ആസ് എ നോട്ട് ഗേറ്റ്. നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സോ സി ദിസ് ഇൻവെർട്ടർ ഈസ് കൺവെർട്ടഡ് ടു എ നാൻ ഗേറ്റ്. അതുപോലെ ഈ നോട്ടും നമ്മൾ നാൻഡായിട്ട് കൺവെർട്ട് ചെയ്യുന്നു. ഇവിടെ നാൻഡായിട്ട് തന്നെ കൺവെർട്ട് ചെയ്തു. ഇവിടെ ഒരു ബബിൾ ഡോർ ഉണ്ട്, ഈ ബബിൾ ഡോർ ഗേറ്റ് ഈസ് ഈക്വലൻറ്റ് ടു നാൻഡ്. അപ്പോൾ നാൻഡായിട്ട് കൺവെർട്ട് ചെയ്യാം. ഇവിടെ ഈ നോട്ട് ഗേറ്റ് ശ്രദ്ധിക്കുക, ഈ നോട്ട് ഗേറ്റ് ഇതും നാൻഡായിട്ട് കൺവെർട്ട് ചെയ്യണം അല്ലേ. സോ ഇറ്റ് ഈസ് ഓൾസോ കൺവെർട്ടഡ് ടു നാൻഡ്. ഇത് ഓൾറെഡി നാൻഡാണ്, ഈ ഗേറ്റ് ഓൾറെഡി നാൻഡാണ്. അപ്പോൾ ഇവിടെ നോട്ട് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടില്ല, പകരം നമ്മുടെ ഇൻപുട്ട് സി കോംപ്ലിമെൻ്റ് എന്നും ഡി കോംപ്ലിമെൻ്റ് എന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ്. ഈ നോട്ട് ഇവിടെ യൂസ് ചെയ്യണമെങ്കിൽ നോട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, നാൻഡായിട്ട് തന്നെ നമുക്കിവിടെ നാൻഡായിട്ട് തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്നിട്ട് ഇൻപുട്ട് സി എന്നും ഡി എന്നും പ്രൊവൈഡ് ചെയ്യാം. So this is the logic and or invert logic conversion to NAND logic. ഇതാണ് അതിൻ്റെ ഒരു സിമ്പിൾ ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നാൻഡിലോട്ട് നമുക്ക് പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഓർ വരുമ്പോൾ ബബിൾഡ് ഓർ ആയിട്ട് നമ്മൾ കൺവെർട്ട് ചെയ്യുന്നു, ബിക്കോസ് ബബിൾഡ് ഓർ ഈസ് ഈക്വലൻറ്റ് ടു നാൻഡ്. പിന്നെ അയൺ ഗേറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഔട്ട്പുട്ടിലൊരു സർക്കിൾ ഇട്ടതിന് ശേഷം നാൻഡായിട്ട് കൺവെർട്ട് ചെയ്യുന്നു. നോട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് നാൻഡായിട്ട് തന്നെ കൺവെർട്ട് ചെയ്യാം. ആ ടെക്നിക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ബട്ട് ഈ അഡീഷൻസ് ചെയ്യുമ്പോൾ, ഇൻവെർട്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബബിൾസ് ആഡ് ചെയ്യുമ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ വാല്യൂ ചേഞ്ച് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡീഷണൽ നോട്ട് ഗേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ദിസ് ഈസ് ദ ടെക്നിക്ക്. സോ ആൻഡ് ഓർ ഇൻവെർട്ട് ലോജിക് കൺവേർഷൻ ടു നോർ ലോജിക്, അതായത് സിസ്റ്റം ആൻഡ് ഓർ നോട്ട് ഗേറ്റ്സ് യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്ത സിസ്റ്റം എങ്ങനെയാണ് നോർ സിസ്റ്റത്തിലോട്ട്, നോർ ഡിസൈനിലോട്ട്, നോർ ഗേറ്റ്സ് യൂസ് ചെയ്ത് ഉള്ള സിസ്റ്റത്തിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന പ്രൊസീജിയർ. സോ നമ്മുടെ ഗിവൺ സിസ്റ്റം AOI ലോജിക്കാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ നോർ ലോജിക് നമുക്ക് നോറിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം നോർ ഗേറ്റ് ഈസ് ഈക്വലൻറ്റ് ടു ബബിൾഡ് ആൻഡ് ഗേറ്റ്. നോർ ഗേറ്റ് ഈസ് ഈക്വലൻറ്റ് ടു ബബിൾഡ് ആൻഡ് ഗേറ്റ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗിവൺ സിസ്റ്റത്തിൻ്റെ അതിൽ ഓർ ഗേറ്റ് ഉണ്ടെങ്കിൽ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ സർക്കിൾ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് എ സർക്കിൾ അറ്റ് ദി ഔട്ട്പുട്ട് ഓഫ് ഓർ ഗേറ്റ്. ദിസ് ഈസ് ഓർ ഗേറ്റ്. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ സർക്കിൾ ആഡ് ചെയ്ത് കൊടുക്കുക. സോ ദിസ് വിൽ ബിക്കം എ നോർ അല്ലേ, ഇതൊരു നോറായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് അറ്റ് ദ ഇൻപുട്സ് ഓഫ് ആൻഡ് ഗേറ്റ്, അപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്സിൽ സർക്കിൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നോർ ആയല്ലോ. ദിസ് ഈസ് ഈക്വലൻറ്റ് ടു നോർ ഈസ് ഈക്വലൻറ്റ് ടു എ ബബിൾഡ് ആൻഡ് ഗേറ്റ് അല്ലേ. അപ്പോൾ നോറായിട്ട് നമ്മളിത് കൺവെർട്ട് ചെയ്തു. അപ്പോൾ ഈ ചേഞ്ചസ് ചെയ്യുമ്പോൾ, ഈ സർക്കിൾസ് ആഡ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ചേഞ്ച് ഇൻ സിസ്റ്റം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ
നോട്ട് ഗേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. ആ ലൈൻസിൽ തന്നെ എക്സ്ട്രാ നോട്ട് ഗേറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം ടു സീ ദാറ്റ് ദ പൊലാരിറ്റി ഓഫ് ദ സിഗ്നൽസ് ഓൺ ദോസ് ലൈൻസ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഫൈനലി റീപ്ലേസ് ബബിൾഡ് ആൻഡ് ബൈ നോർ. സോ ഈ ഒരു എക്സാമ്പിൾ നോക്കാം. കൺവേർട്ട് ദ ഗിവൺ AOI സർക്യൂട്ട് ടു നോർ ലോജിക്. സോ ദിസ് ഈസ് അവർ ഗിവൺ സർക്യൂട്ട്. ഇവിടെ ഒരു ഇത് ആൻഡ് ഗേറ്റ് ആണ്, ഇത് ഓർ ആണ് അല്ലേ, ഇത് ആൻഡ് ഗേറ്റ് ആണ്, ഇത് ഓർ ഗേറ്റ് ആണ്, ഇതൊരു നോട്ട് ഗേറ്റ് ആണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി നോർ ഗേറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞതുപോലെ തന്നെ ആൻഡ് ഗേറ്റ്സിൻ്റെ ഇൻപുട്സിൽ സർക്കിൾ ആഡ് ചെയ്യുക. സോ ഈ ഒരു ആൻഡ് ഗേറ്റ് ഇവിടെ നമ്മൾ ഇൻപുട്സിൽ സർക്കിൾ ആഡ് ചെയ്യുന്നു. ഇത് ആൻഡ് ഗേറ്റ് ആണ്, അപ്പോൾ ഇൻപുട്സിൽ സർക്കിൾ ആഡ് ചെയ്യുന്നു. ഇത് ഓർ ഗേറ്റ് ആണ് അല്ലേ, ഇത് ഓർ ആണ്, അതെ ഇത് ഓർ ആണ്. ഓറിൽ എന്താണ് ചെയ്യേണ്ടത്? ആൻഡ് അറ്റ് ദി ഔട്ട്പുട്ട് ഓഫ് ഓർ ഗേറ്റ് അല്ലേ, ഓർ ഗേറ്റ്സിൻ്റെ ഔട്ട്പുട്ടിൽ സർക്കിൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഓർ ഗേറ്റ് ഇവിടെ ഒരു സർക്കിൾ ആഡ് ചെയ്യുന്നു, ഇവിടെ അതുപോലെ ഇവിടെയും നമ്മളൊരു ഔട്ട്പുട്ടിൽ നമ്മളൊരു സർക്കിൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ ഈ സർക്കിൾസ് എക്സ്ട്രാ സർക്കിൾസ് ആഡ് ചെയ്യുമ്പോൾ ആ കറസ്പോണ്ടിങ് ലൈൻസിൽ നോട്ട് ഗേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക, കോമ്പൻസേറ്റ് ചെയ്യാൻ, വാല്യൂ ചേഞ്ച് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മളൊരു സർക്കിൾ 2 സർക്കിൾസ് ആഡ് ചെയ്തു അല്ലയോ, ഓരോ ലൈനിലും ഓരോ സർക്കിൾസ് ആഡ് ചെയ്തു. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ഇവിടെ ഒരു നോട്ട് യൂസ് ചെയ്യുന്നു, ഇവിടെയും ഒരു നോട്ട് യൂസ് ചെയ്യുന്നു. ദെൻ ഇവിടെ ഈ ആൻഡ് ഗേറ്റ് ഈ ആൻഡ് ഗേറ്റ് ആണല്ലോ ഇത്, ആൻഡ് ദിസ് ആൻഡ് ഗേറ്റ്. സോ ഇവിടെയും നമ്മളൊരു സർക്കിൾ ആഡ് ചെയ്തു അല്ലേ, ഇൻപുട്ടിലൊരു സർക്കിൾ ആഡ് ചെയ്തു, അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ഒരു നോട്ട് യൂസ് ചെയ്യുന്നു. ആൻഡ് ഇത് ഓൾറെഡി നോട്ടാണ്. ഇവിടെ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മളൊരു സർക്കിൾ ആഡ് ചെയ്തു, അത് കോമ്പൻസേറ്റ് ചെയ്യാൻ നമ്മളൊരു നോട്ട് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു നോട്ട് ഗേറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ലൈൻ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് സ്പെഷ്യൽ സർക്കിൾസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഒന്നും ആവശ്യം വന്നിട്ടില്ല. ആൻഡ് ഈ ഒരു പോയിൻറ്റ് ഇവിടെ ദിസ് ഈസ് എൻ ഓർ ഗേറ്റ്, ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മളൊരു സർക്കിൾ ആഡ് ചെയ്തു, ഇത് ആൻഡ് ഗേറ്റ് ആയതുകൊണ്ട് ഇൻപുട്ടിൽ നമ്മളൊരു സർക്കിൾ ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ അഡീഷണൽ നോട്ടൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് ഒരേ ലൈനിൽ തന്നെ 2 ബബിൾസ് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഒരേ സിംഗിൾ ലൈനിൽ തന്നെ 2 ബബിൾസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ വേറെ വാല്യൂ ചേഞ്ചിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല, ഓൾറെഡി കോമ്പൻസേറ്റഡ് ആണ് വാല്യൂസ്. അപ്പോൾ വീണ്ടും ഒരു നോട്ട് അവിടെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് സോ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്? നോറിലോട്ടാണല്ലോ, സോ നോർ ലോജിക്കിലോട്ടാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബബിൾഡ് ആൻഡ് നോറായിട്ട് റീപ്ലേസ് ചെയ്യുന്നു, നോട്ട് ഗേറ്റിനെയും നോറായിട്ട് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഈ 2 ഗേറ്റും ശ്രദ്ധിക്കുക, ഇത് രണ്ടും നോട്ട് ഗേറ്റ്സ് ആണ്. സോ ഇതിന് ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ നോർ ലോജിക്. നമ്മൾ ഈ ടെക്നിക്ക് പഠിച്ചതാണ്, നോട്ട് ഗേറ്റ് എങ്ങനെയാണ് നോർ ഗേറ്റായിട്ട് നോർ ലോജിക്കിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്നുള്ള ടെക്നിക്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ നോട്ട് ഈസ് കൺവേർട്ടഡ് ടു നോർ ഹിയർ. ആ ഇൻപുട്സ് എല്ലാം ടൈപ്പ് ചെയ്തിട്ട് എ ഈസ് ഗിവൺ ഹിയർ, ദിസ് വിൽ ബി എ കോംപ്ലിമെൻറ്റ്. പിന്നെ ഇവിടെ ഒരു നോട്ട് ഗേറ്റ് ഉണ്ട്, ഇതും നമുക്ക് വേണമെങ്കിൽ നോർ ഗേറ്റ് ആയിട്ട് തന്നെ റിപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ചെയ്തിരിക്കുന്ന പോലെ ബി കോംപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കണം, ഇൻപുട്ട് ബി കോംപ്ലിമെൻ്റ് എന്ന് ഡയറക്റ്റായിട്ട് കൊടുക്കണം. കോംപ്ലിമെൻ്റ് ആവശ്യമാണെങ്കിൽ ഇവിടെ ചെയ്തതുപോലെ തന്നെ ഇവിടെ ഒരു നോർ ഗേറ്റ് വരയ്ക്കാം, ബി ഇൻപുട്ട് കൊടുത്തിട്ട് ബി കോംപ്ലിമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു നോർ ലോജിക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ ദിസ് ഈസ് ബബിൾഡ് ആൻഡ് അല്ലേ, ഇതാണ് ബബിൾഡ് ആൻഡ്. ദിസ് ബബിൾഡ് ആൻഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ നോർ ഗേറ്റ്. ദെൻ ഇത് നോട്ടാണ്, അപ്പോൾ നോട്ട് ഈസ് റീപ്ലേസ്ഡ് ബൈ നോർ ഗേറ്റ്. ദെൻ ഇത് ആൾറെഡി ഓർ ആണ്, ഇവിടെ പ്രോബ്ലംസ് ഇല്ല. ഇത് ആൾറെഡി നോർ ആണ് അല്ലേ, അപ്പോൾ ഇവിടെ പ്രോബ്ലംസ് ഇല്ല, ആൾറെഡി നോർ ആണ്. ദെൻ ഇവിടെ വീണ്ടും ഒരു ബബിൾഡ് ആൻഡ് ഗേറ്റ് ആണ്, സോ ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ നോർ ഗേറ്റ്. ഈ നോട്ട് ഗേറ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ റീപ്ലേസ് ചെയ്യാം, നോർ ഗേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, ഇൻപുട്ട്സ് ടൈപ്പ് ചെയ്തിട്ട് യു ആർ യൂസ്ഡ് ഇറ്റ് ആസ് എ നോർ ഗേറ്റ്. ആൻഡ് ഇത് ഓൾറെഡി നോർ ആണ്, അപ്പോൾ പ്രോബ്ലം ഇല്ല. ആൻഡ് ഫൈനലി ദിസ് നോട്ട് ഗേറ്റ് ഈസ് again used as NOT gate is again used as a NOR gate. So നമ്മുടെ സിസ്റ്റം, ഗിവൺ സിസ്റ്റം നമ്മൾ കംപ്ലീറ്റ്ലി നോർ ഗേറ്റ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ളൊരു സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്തു. സോ ദിസ് ഈസ് ദ ബേസിക് ടെക്നിക്. നാൻഡ് ലോജിക്കിലോട്ടോ നോർ ലോജിക്കിലോട്ടോ ഈ ടെക്നിക്സ് യൂസ് ചെയ്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് റിപ്രസെൻറ്റ് ചെയ്യാം.
now ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കൂടെ നോക്കാം. കൺവെർട്ടിംഗ് ദിസ് ബൂലിയൻ എക്സ്പ്രഷൻ ടു ലോജിക്. Now realize the expression AB complement plus A plus B plus C complement. So ഈ ഒരു എക്സ്പ്രഷൻ അതിൻ്റെ ഒരു ലോജിക്കിലോട്ട് നമ്മൾ കൺവെർട്ട് ചെയ്യണം, ലോജിക് സിസ്റ്റത്തിലോട്ട് കൺവെർട്ട് ചെയ്യണം. അപ്പോൾ നോർമലി നമ്മൾ ലോജിക്കിലോട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്നത് വി വിൽ സ്റ്റാർട്ട് ഫ്രം ദ ഔട്ട്പുട്ട് ടു ദ ഇൻപുട്ട്, അതായത് ഫൈനൽ എക്സ്പ്രഷനിൽ നിന്നും കൺസ്ട്രക്ട് ചെയ്ത് ഇൻപുട്ടിലോട്ട് പോകുന്ന ഒരു പ്രൊസീജിയറാണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ ശ്രദ്ധിക്കുക, ഗിവൺ എക്സ്പ്രഷൻ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ നോട്ട് ആണോ അതോ ഓർ ആണോ ആൻഡ് ഗേറ്റ് ആണോ നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ, ഈ ഒരു ഗിവൺ എക്സ്പ്രഷൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സോ ഇവിടെ നമുക്ക് 3 കോമ്പോണൻറ്റ്സ് എടുക്കാം. ദിസ് ഈസ് എ ബി, ദിസ് ഈസ് എ ആൻഡ് ദിസ് ഈസ് ബി പ്ലസ് സി അല്ലേ. എ ബി കോംപ്ലിമെൻറ്റ് എ ബി പ്ലസ് സി. സോ ഈ 3 ടേംസ് ബി പ്ലസ് സി കോംപ്ലിമെൻറ്റ്, ഈ 3 ടേംസിൻ്റെ ഓറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അല്ലേ. പ്ലസ് എന്ന് പറയുമ്പോൾ അത് ഓറാണ്, അപ്പോൾ ഓർ ഓപ്പറേഷനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഓർ ഗേറ്റ് വരയ്ക്കാം. സോ ദിസ് വിൽ ബി ദ ഔട്ട്പുട്ട്. സോ നമുക്ക് വേണ്ട ഔട്ട്പുട്ട് ഇതാണ് അല്ലേ. ഓറിൻ്റെ ഔട്ട്പുട്ട് എ ബി കോംപ്ലിമെൻറ്റ് പ്ലസ് എ പ്ലസ് ബി പ്ലസ് സി കോംപ്ലിമെൻറ്റ്, ഈ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ 3 ഇൻപുട്സ് ആണ്, ഈ ഓർ ഗേറ്റിന് 3 ഇൻപുട്സ് വരയ്ക്കുക. സോ ദിസ് ഈസ് എ ബി കോംപ്ലിമെൻറ്റ് ആൻഡ് ദിസ് ഈസ് എ, ദിസ് ഈസ് ബി പ്ലസ് സി കോംപ്ലിമെൻറ്റ്. സോ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് വേണ്ടത്. ആ ഫൈനൽ ഗേറ്റ് അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇനി ഉള്ളിലോട്ട് പോവുക, ഇനി ഇൻറ്റേർണലി കൺസ്ട്രക്ട് ചെയ്യുക. എന്താ, ഈ ഫസ്റ്റ് ടേം എടുക്കുക, എ ബി കോംപ്ലിമെൻ്റ് ആണ് അല്ലേ, കോംപ്ലിമെൻറ്റ് വേണം. അപ്പോൾ കോംപ്ലിമെൻറ്റ് വേണമെങ്കിൽ നമ്മളൊരു ഇൻവെർട്ടർ വരയ്ക്കുന്നു, ശരിയല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് എന്തുവാണ്, എ ബി. സോ എ ബി ഒരു ഇൻവെർട്ടറിലോട്ട് കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് എ ബി കോംപ്ലിമെൻറ്റ്. ബട്ട് എ ബി ഇതൊരു ആൻഡ് പ്രോഡക്റ്റ് ആണ്, ഡോട്ട് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് വേണമെങ്കിൽ ആൻഡ് ഗേറ്റ് വേണം. സോ ആൻഡ് ഗേറ്റ്, സോ യുൽ ഹാവ് 2 ഇൻപുട്ട്സ്, ഒരു ഇൻപുട്ട് എയും ദ അതർ ഇൻപുട്ട് ബിയും ആണ്. സോ ഈ ലൈൻ ഓക്കെയാണ്, ഈ ടേം ഓക്കെയാണ് അല്ലേ. നമ്മുടെ 2 ഇൻപുട്ട്സ് എ ബി ആൻഡ് ചെയ്യുന്നു, യു വിൽ ഗെറ്റ് എ ബി, എന്നിട്ട് അത് നോട്ട് ചെയ്യുന്നു, അപ്പോൾ എ ബി കോംപ്ലിമെൻറ്റ്. ഇനി എ ആൾറെഡി സിംഗിൾ ഇൻപുട്ടാണ്, അവിടെ ഒന്നും ചെയ്യാനില്ല. അതുപോലെ തന്നെയാണ് ഇത് ബി പ്ലസ് സി കോംപ്ലിമെൻറ്റ്. അപ്പോൾ ബി പ്ലസ് സി നമുക്ക് കോംപ്ലിമെൻറ്റ് വേണം. കോംപ്ലിമെൻറ്റ് വേണമെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വിൽ ഡു എ കോംപ്ലിമെൻറ്റ് നോട്ട് ഗേറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ പോസിബിളി ഇതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ബി പ്ലസ് സി ആണ്. നൗ ബി പ്ലസ് സി അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടത് ഓർ ഓപ്പറേഷനാണ്. ഓർ ഓപ്പറേഷൻ ആണെങ്കിൽ ഒരു ഓർ ഗേറ്റ് വരയ്ക്കുക, ഓർ ഗേറ്റ് വരയ്ക്കുക. അതിൻ്റെ ഫസ്റ്റ് ഇൻപുട്ട് ബി ആണ്, സെക്കൻഡ് ഇൻപുട്ട് സി ആണ്. സോ ദിസ് ഈസ് അവർ സിസ്റ്റം അല്ലേ. എ ബി ഇവിടെ ആൻഡ് ചെയ്യുന്നു, ഇവിടെ ബി സി ഓർ ചെയ്യുന്നു, അപ്പോൾ ബി പ്ലസ് സി, ദെൻ നോട്ട് ചെയ്യുന്നു, അപ്പോൾ ബി പ്ലസ് സി കോംപ്ലിമെൻറ്റ്. സോ ഈ 3 ഇൻപുട്ട്സും കൂടെ നമ്മൾ വീണ്ടും ഓർ ചെയ്യുന്നു. ഓക്കെ, എ ബി കോംപ്ലിമെൻറ്റ് പ്ലസ് എ പ്ലസ് ബി പ്ലസ് സി കോംപ്ലിമെൻറ്റ്. സോ ഇങ്ങനെ ഗിവൺ എക്സ്പ്രഷൻ ഏതാണെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അതിൻ്റെ ഒരു ലോജിക് ഡിറൈവ് ചെയ്യാവുന്നതാണ്, ലോജിക് സിസ്റ്റം ഡിറൈവ് ചെയ്യാവുന്നതാണ്. നൗ ഇതൊന്ന് നോക്കുക. ദിസ് ഈസ് ഫോർ ഗിവൺ ഒരു ലോജിക് സിസ്റ്റമാണ് തന്നിരിക്കുന്നത്, ഗിവൺ ലോജിക്. ദിസ് ഈസ് ഫോർ ഗിവൺ ലോജിക് സിസ്റ്റം. ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ലെവൽ, ഇതിൻ്റെ ഔട്ട്പുട്ട് എക്സ്പ്രഷനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഔട്ട്പുട്ട് എക്സ്പ്രഷൻസ് എടുക്കുമ്പോൾ ലോജിക്കിൽ നിന്നും എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ ബേസിക്കലി വി വിൽ സ്റ്റാർട്ട് ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ബൂലിയൻ എക്സ്പ്രഷൻസ് ലോജിക്കായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നോർമലി വി സ്റ്റാർട്ട് ഫ്രം ദ റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലേ. നമ്മുടെ ഈ പ്രീവിയസ് എക്സാമ്പിളിലെ പോലെ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫൈനൽ എക്സ്പ്രഷൻ എടുക്കാനാണെങ്കിൽ, ലോജിക്കിൽ നിന്നും എക്സ്പ്രഷൻ എടുക്കാനാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റാർട്ട് ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ ഇവിടെ ഇൻപുട്സ് ശ്രദ്ധിക്കുക, ഇ ആൻഡ് എഫ്. സോ ഇതൊരു ആൻഡ് ഗേറ്റ് ആണല്ലോ, അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, ഇ എഫ് അല്ലേ, ഡോട്ട് പ്രോഡക്റ്റ് ബിറ്റ്വീൻ ഇ ആൻഡ് എഫ്. ദെൻ ഇതൊരു നോട്ട് ഗേറ്റ് ആണ് അല്ലേ, ഇതൊരു നോട്ട് ഗേറ്റ് സിമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇ എഫ് കോംപ്ലിമെൻ്റ് ആണ്. ഇവിടെ എ ബി സോ ഇത് വീണ്ടും ഒരു ആൻഡ് ഗേറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ ബി ആണ്. ആൻഡ് ഇവിടെ നമ്മളൊരു നോട്ട് ഗേറ്റ് യൂസ് ചെയ്യുന്നു, എ ബി ഈസ് ഗിവൺ ടു എ നോട്ട് ഗേറ്റ്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് എന്താണ്, എ ബി കോംപ്ലിമെൻറ്റ്. ദെൻ ഇത് വീണ്ടും ഒരു ആൻഡ് ഗേറ്റ് ആണല്ലോ, അപ്പോൾ ഇവിടെ സി ഡി അല്ലേ, ആൻഡ് ഓപ്പറേഷൻ. പിന്നെ ജി ഇവിടെ ഓൾറെഡി ജി ബാർ ആണ്, അപ്പോൾ ഇതൊരു ഓർ ഗേറ്റ് ആണ്. അതിൻ്റെ ഫസ്റ്റ് ഇൻപുട്ട്
ഈ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇ എഫ് കോംപ്ലിമെൻ്റ് ആണ് അല്ലേ. ദിസ് ഇൻപുട്ട് ഈസ് കണക്റ്റഡ് ടു ഇ എഫ് കോംപ്ലിമെൻറ്റ്. സെക്കൻഡ് ഇൻപുട്ട് ജി കോംപ്ലിമെൻറ്റ്. തേർഡ് ഇൻപുട്ട് ഈസ് സി. ഫോർത്ത് ഇൻപുട്ട് ഈസ് ഡി. സോ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സി പ്ലസ് ഡി പ്ലസ് ജി കോംപ്ലിമെൻറ്റ് പ്ലസ് അല്ലേ ഓർ ഓപ്പറേഷൻ പ്ലസ് ഇ എഫ് കോംപ്ലിമെൻറ്റ്. സോ ഇവിടെ നമ്മൾ ഓർ ഓപ്പറേഷനാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതൊരു നോട്ട് ഗേറ്റ് ആണ്. അപ്പോൾ ദിസ് ഈസ് ദ ഗിവൺ എക്സ്പ്രഷൻ, ദിസ് ഈസ് ദ ഇൻപുട്ട്. ഇതിനെ നോട്ട് ചെയ്യുന്നു. നോട്ട് ചെയ്യുമ്പോൾ വാട്ട് യു വിൽ ഗെറ്റ് സി പ്ലസ് ഡി പ്ലസ് ജി കോംപ്ലിമെൻറ്റ് പ്ലസ് ഇ കോംപ്ലിമെൻറ്റ് എഫ് കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ്. കംപ്ലീറ്റ് ഇൻപുട്ടിനെയും ഇൻവെർട്ട് ചെയ്തു. ആൻഡ് ഫൈനലി ഇതൊരു ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റ് എന്ന് പറയുമ്പോൾ ഈ മൂന്ന് ഇൻപുട്സിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആൻഡ് വാല്യൂ. അതായത് സോ ദ ഔട്ട്പുട്ട് വിൽ ബി, ഇവിടെ എഴുതാം, ഫൈനൽ ഔട്ട്പുട്ട് ഈസ് ഫസ്റ്റ് ഇൻപുട്ട് എ ബി കോംപ്ലിമെൻറ്റ് ഡോട്ട് സെക്കൻഡ് ഇൻപുട്ട് ഈസ് സി ഡി ആൻഡ് ദ തേർഡ് ഇൻപുട്ട് എന്തുവാണ് സി പ്ലസ് ഡി പ്ലസ് ജി പ്ലസ് ഇ complement f complement the whole complement. So this is the final expression of this logic circuit. So ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ ലോജിക്കിൽ നിന്നും എക്സ്പ്രഷനിൽ നിന്നും ലോജിക്കിലോട്ട് പോകുന്നതിനേക്കാൾ ലോജിക്കിൽ നിന്നും എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നൗ ഈ ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഡിറ്റർമൈൻ ദി ഔട്ട്പുട്ട് ലെവൽ. Now inputs given ആണ് a equal to 0, b equal to 1, c equal to 0 and d equal to 1. So now your input is 0. So this is the first gate, not gate ആണ്. അപ്പോൾ ഇത് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു. സോ ദി ഔട്ട്പുട്ട് ഈസ് 1 അല്ലേ. 0 ഈസ് കോംപ്ലിമെൻറ്റഡ് ടു 1. നൗ ബി 1 ആണ്. ആൻഡ് ഇവിടെ ഒരു നോട്ട് ഗേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇൻപുട്ട് ശ്രദ്ധിക്കുക. ഈ ഗേറ്റ് സെക്കൻഡ് ഗേറ്റ്, ഈ സെക്കൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട് സി ആണ് അല്ലേ. സി ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഔട്ട്പുട്ട് നമുക്ക് 1 ആയിരിക്കും ലഭിക്കുക, ബിക്കോസ് ഇതൊരു നോട്ട് ഗേറ്റ് ആണ്. ആൻഡ് ഇത് വീണ്ടും ആൻഡ് ഗേറ്റ് അല്ലേ. ആൻഡ് ഗേറ്റ് ഇവിടെ 3 ഇൻപുട്ട്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇൻപുട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് സിയിലോട്ട്, സോ ദ വാല്യൂ ഈസ് 0. സെക്കൻഡ് ഇൻപുട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ബിയിലോട്ടാണ്, അപ്പോൾ ഈ വാല്യൂ 1 ആണ്. തേർഡ് ഇൻപുട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഡിയിലോട്ട്, ദാറ്റ് ഈസ് ഗിവൺ ആസ് 1. അപ്പോൾ 0 1 1 ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് 0 1 1. ആൻഡ് ഗേറ്റ് ആകുമ്പോൾ എനി 1 ഇൻപുട്ട് ഈസ് 0, ദി ഔട്ട്പുട്ട് വിൽ ബി 0. അപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 0 ആണ്. വീണ്ടും ഇവിടെ ഒരു നോട്ട് ഗേറ്റ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് 1 ആണ് അല്ലേ. ആൻഡ് ഇതൊരു ആൻഡ് ഗേറ്റ് ആണ്. ഇവിടെയും 3 ഇൻപുട്ട്സ് അവൈലബിൾ ആണ്. സോ ഫസ്റ്റ് ഇൻപുട്ട് 1 അല്ലേ. ഫസ്റ്റ് ഇൻപുട്ട് ഈസ് 1. സെക്കൻഡ് ഇൻപുട്ട് ഈസ് ബി, ദാറ്റ് ഈസ് 1. തേർഡ് ഇൻപുട്ട് ഇതാണ് തേർഡ് ഇൻപുട്ട് അല്ലേ. സോ ഇറ്റ് ഈസ് ഓൾറെഡി 1. അപ്പോൾ 3 ഇൻപുട്ട്സും 1 ആണെങ്കിൽ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു പ്രീവിയസ് വീഡിയോസിൽ. ദെൻ വീണ്ടും നമ്മളിവിടെ ഒരു ആൻഡ് ഗേറ്റ് യൂസ് ചെയ്യുന്നു. ആൻഡ് ഗേറ്റിന് ഇവിടെ 2 ഇൻപുട്ട്സേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇൻപുട്ട് 1ഉം സെക്കൻഡ് ഇൻപുട്ട് 1 ആണ്. അപ്പോൾ 1 ആൻഡ് 1, സോ ദ ഔട്ട്പുട്ട് വിൽ ബി 1. ആൻഡ് ഫൈനലി ഒരു നോട്ട് ഗേറ്റ് യൂസ് ചെയ്യുന്നു. അപ്പോൾ നോട്ട് ഗേറ്റ് 1 നോട്ട് ചെയ്യുമ്പോൾ ഒരു ആൻസർ വിൽ ബി 0. അപ്പോൾ ഈ ഒരു ലോജിക്കിൻ്റെ ഫൈനൽ ലെവൽ ഫൈനൽ വാല്യൂ ഇറ്റ് ഈസ് 0. സോ നമുക്ക് ഗേറ്റ്സിൻ്റെ ട്രൂത്ത് ടേബിൾ ഐഡിയ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അതിന് ഔട്ട്പുട്ട് ലെവൽ എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്, പ്രൊവൈഡഡ് ഇൻപുട്ട് ഗിവൺ ആണെങ്കിൽ. സോ ഈ ഒരു സർക്യൂട്ട് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ സിംപ്ലിഫൈഡ് വെർഷൻ. ഗിവൺ ലോജിക്കിൻ്റെ ഒരു സിംപ്ലിഫൈഡ് വെർഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു എക്സ്പ്രഷൻ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഗിവൺ ഗേറ്റ്സ് എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റ്സ് ആണ് അല്ലേ. ആൻഡ് ഗേറ്റും ഇതൊക്കെ ഓർ ഗേറ്റ് ആണ്. അപ്പോൾ ആദ്യം ഇൻപുട്ട് ഈ ആൻഡ് ഗേറ്റ് എടുക്കുക. 2 ഇൻപുട്ട്സ് ആണുള്ളത്, ഇൻപുട്ട് എ ഇൻപുട്ട് ബി. സോ ദിസ് വിൽ ബി എ ബി. ആൻഡ് ഇവിടെ നോക്കുക, ഇതൊരു ആൻഡ് ഗേറ്റ് ആണല്ലോ. അപ്പോൾ ബി സി രണ്ടിൻ്റെയും ഡോട്ട് വാല്യൂ ആയിരിക്കും ആൻഡ് ജനറേറ്റ് ചെയ്യുന്നത്. സോ യുവർ ഔട്ട്പുട്ട് വിൽ ബി ബി സി. ഇവിടെ ആൻഡ് ഗേറ്റ് അഗൈൻ എയും ബിയും ആണ് ഇൻപുട്ട്, സോ ഔട്ട്പുട്ട് വിൽ ബി എ ബി. നൗ ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റിൻ്റെ ഫസ്റ്റ് ഇൻപുട്ട് എ ആണ്, സെക്കൻഡ് ഇൻപുട്ട് എ ബി ആണ്. സോ യുവർ ഔട്ട്പുട്ട് വിൽ ബി എ പ്ലസ് എ ബി. അഗെയിൻ സെക്കൻഡ് ഓർ ഗേറ്റ് എന്താണ് അഡീഷൻ അല്ലേ. ഓർ ഗേറ്റ് ചെയ്യുന്നത് സം ആണ്. അപ്പോൾ ബി
സം സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബി പ്ലസ് ബി സി ഓർ ഓപ്പറേഷൻ. ആൻഡ് തേർഡ് ഗേറ്റ് ഇറ്റ് ഈസ് സി പ്ലസ് എ ബി. സി പ്ലസ് എ ബി. ആൻഡ് ഫൈനലി നമ്മളൊരു ആൻഡ് ഗേറ്റ് യൂസ് ചെയ്യുന്നു. ഈ 3 ഇൻപുട്സ് ഉണ്ട്. അപ്പോൾ 3 ഇൻപുട്സിൻ്റെയും ഒരു ഡോട്ട് വാല്യൂ ദാറ്റ് വിൽ ബി ദ ഫൈനൽ എക്സ്പ്രഷൻ. എ പ്ലസ് എ ബി ഡോട്ട് അല്ലേ, എ പ്ലസ് എ ബി ഡോട്ട് ബി പ്ലസ് ബി സി ഡോട്ട് സി പ്ലസ് എ ബി. സോ ദിസ് ഈസ് ദ ഫൈനൽ എക്സ്പ്രഷൻ. അപ്പോൾ ഇതിന് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ സിംപ്ലിഫൈഡ് വെർഷൻ വേണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ നമ്മുടെ കാൽക്കുലേറ്റഡ് എക്സ്പ്രഷൻ്റെ സിംപ്ലിഫൈഡ് വെർഷൻ നമുക്കൊന്ന് നോക്കാം. സോ എന്താണ്, ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു എ പ്ലസ് എ ബി ഡോട്ട് ബി പ്ലസ് ബി സി ഡോട്ട് സി പ്ലസ് എ ബി. നൗ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ടേം ശ്രദ്ധിക്കുക, ഇവിടെ എ കോമൺ ആണ് അല്ലേ. സോ എ ഓഫ് 1 പ്ലസ് ബി ശരിയല്ലേ. ആൻഡ് ബി പ്ലസ് ബി സി, സോ അഗെയിൻ ബി ഈസ് കോമൺ. സോ ബി ഓഫ് 1 പ്ലസ് സി ഡോട്ട് ഇവിടെ സി പ്ലസ് എ ബി. ഇവിടെ കോമൺ ടേംസ് ഒന്നുമില്ല. നൗ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ബി ഈക്വൽ ടു 1 ആണ് അല്ലേ. 1 പ്ലസ് ബി ഈസ് ഈക്വൽ ടു 1. നമ്മൾ അൽജിബ്രൈക് ലോസിൽ അത് ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് 1 പ്ലസ് സി ഈസ് ഓൾസോ ഈക്വൽ ടു 1. അപ്പോൾ ഈ ടേം 1 ആണ്, ഈ ടേമും 1 ആണ്. സോ യു വിൽ ഗെറ്റ് എ ഡോട്ട് ബി ഡോട്ട് സി പ്ലസ് എ ബി. അതായത് വി ഗോട്ട് എ ബി ഓഫ് സി പ്ലസ് എ ബി. ഇതാണല്ലോ നമ്മുടെ ഫൈനൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ. നൗ ദാറ്റ് ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്യുക എ ബി സി പ്ലസ് എ ബി ഡോട്ട് എ ബി, ദാറ്റ് ഈസ് എ ബി അല്ലേ. ബിക്കോസ് നമുക്കറിയാം എക്സ് ഡോട്ട് എക്സ് ഈക്വൽ ടു എക്സ്. സോ എ ബി സി പ്ലസ് എ ബി. നൗ ദാറ്റ് ഈസ് ഈക്വൽ ടു അഗെയിൻ എ ബി ഈസ് കോമൺ. ഈ രണ്ട് ടേംസിൽ എ ബി കോമൺ ആണ്. അപ്പോൾ 1 പ്ലസ് സി. വീണ്ടും 1 പ്ലസ് സി ഈസ് ഈക്വൽ ടു 1 അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ എക്സ്പ്രഷൻ. ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു എ ബി. അപ്പോൾ ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് നോക്കാം. എ ബി എന്ന് പറയുമ്പോൾ ഇതൊരു ആൻഡ് വാല്യൂ ആണ് അല്ലേ, ഡോട്ട് വാല്യൂ. സോ 2 ഇൻപുട്സ് ആണ്. അപ്പോൾ ഒരു ആൻഡ് ഗേറ്റ് വേണം. ആൻഡ് ഗേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇൻപുട്ട് എയും ഇൻപുട്ട് ബിയും ആണ്. ആൻഡ് യുവർ ഔട്ട്പുട്ട് വിൽ ബി എ ബി. സോ നമ്മുടെ ഈ ഗിവൺ ലോജിക് സിസ്റ്റം നമ്മൾ ഈ ഒരു ലെവലിലോട്ട് കൺവെർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് 3 + 3 6 + 1 7 ഗേറ്റ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരുന്നത്. ബട്ട് നമ്മുടെ അൽജിബ്രൈക് ലോസ് യൂസ് ചെയ്ത് നമ്മളിത് സിംപ്ലിഫൈ ചെയ്തിട്ട് ഫൈനലി നമ്മുടെ സിസ്റ്റം, അവർ ഔട്ട്പുട്ട് സിസ്റ്റം ഹാസ് ഓൺലി 1 ഗേറ്റ്, അതായത് ഒരു ആൻഡ് ഗേറ്റ് മാത്രം. സോ ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർഷൻ. അപ്പോൾ ലോജിക് ഗേറ്റ്സിനെ കുറിച്ചുള്ളൊരു ഡിസ്കഷൻ നമ്മൾ ഈ ഒരു സെഷനോട് കൂടി കംപ്ലീറ്റ് ചെയ്യുകയാണ്. സോ താങ്ക് യു ഫോർ ലിസണിങ്.